ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു അടിപൊളി മുട്ട ഓംലെറ്റാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. 3 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. 2ഓ 3ഓ ആയാലും കുഴപ്പമില്ല. ആ 3 മുട്ട നമുക്കൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. അതിനുശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയാണ്. കശ്മീരി മുളക് പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ ശകലം എരിയുള്ള മുളക് പൊടി ചേർത്താൽ മതിയേ. അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. പിന്നെ ഇതിനകത്ത് പച്ചമുളക് ചേർക്കുന്നതിനേക്കാളും ടേസ്റ്റ് മുളക് പൊടി ചേർക്കുന്ന കേട്ടോ, അതുകൊണ്ടാണ് മുളക് പൊടി ചേർത്തത്. അപ്പം മുളക് പൊടി ചേർത്തുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് നല്ലതുപോലെ ഇളക്കിയ ശേഷം മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട സവാളയാണ്. അപ്പോൾ ഒരു സവാള ഞാൻ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ എടുത്തേക്കുന്നത് ഒരു സ്പൂൺ മല്ലിയില അരിഞ്ഞതാണ്. പിന്നെ തേങ്ങ ഒരു 2 ടേബിൾ സ്പൂൺ കാണും. അത് നമ്മൾ തിരുമ്മി എടുത്ത ശേഷം മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്, എല്ലാം ഒരുപോലെ ഇരിക്കാനാണ്. അപ്പം നമ്മളിത് കഴിക്കുമ്പോൾ കടിക്കത്തില്ല, അതുകൊണ്ടാണ് എല്ലാം ഒരുപോലെ കിട്ടാൻ വേണ്ടി ഒന്ന് കറക്കിയെടുത്തത്. മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതെല്ലാം കൂടെ നമുക്കിനി ഈ നമ്മൾ മുട്ടയുടെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിനകത്തേക്ക് വേറെ ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ ഈ സവാളയും തേങ്ങയും മല്ലിയിലയും മാത്രം, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയും മാത്രം മതി. ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഇളക്കിയ ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റ് ആട്ടോ. ചൂടോടെ കൂടെ കഴിക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താലും നല്ലപോലെ ഇഷ്ടപ്പെടുവേ. നല്ലതുപോലെ ഇളക്കിയ ശേഷം നമുക്ക് ഒരു പാനിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഇളക്കി ഞാൻ മാറ്റി വെച്ചു. ഇനി ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച ശേഷം ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കൊന്ന് വട്ടം ചുറ്റിക്കാം. ചുറ്റിച്ച ശേഷം നമുക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാമേ. അപ്പോൾ തേങ്ങ ഇട്ട് ഇങ്ങനെ നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുവേ. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് ആ പാനൊന്ന് ചുറ്റിച്ച് കൊടുത്ത ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാമേ. അടച്ച് വെച്ച് കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അടിപൊളി ടേസ്റ്റാട്ടോ മുട്ട ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ. അതുകൊണ്ട് ഇപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് നമ്മുടെ മുട്ട ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒരു മുട്ടയാണെങ്കിൽ നമുക്കിങ്ങനെ തന്നെ റെഡിയാക്കി എടുക്കാവേ. അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ്സ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇതുപോലെ പീസാക്കി എടുത്തിട്ടുണ്ട്. എങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം മുട്ട കിട്ടുമ്പോൾ. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങളിങ്ങനെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. അപ്പം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.